നമസ്കാരം. രാമക്ഷേത്ര നിർമ്മാണവും രാമനെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ വലിയ വിവാദങ്ങളാവുകയാണ്. ഇനിയുള്ള നാളുകൾ എനിക്ക് തോന്നുന്നു ജനുവരി 22-നാണ് രാമക്ഷേത്രം തുറന്നു കൊടുക്കുന്നത്. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസമാണ് ജനുവരി മാസം 22 എന്ന് പറയപ്പെടുന്നത്. പക്ഷേ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലതരത്തിലുള്ള പ്രയത്നങ്ങൾ നടത്തുകയാണ് ഇവരെന്ന് BJP എന്ന് പലപ്പോഴും പ്രതിപക്ഷ കക്ഷികളൊക്കെ ആക്രോശിക്കുകയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ VD സതീശനൊക്കെ അത്തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തുകയുണ്ടായി. കാരണം BJPയുടെ രാമൻ എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. യഥാർത്ഥ രാമൻ നിൽക്കുന്നത് ഹേറാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടുകൂടി മരിച്ചു വീണ ഗാന്ധിയുണ്ടല്ലോ, ആ ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിൻ്റെ ഇടവഴിയിലാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞങ്ങളുടെ രാമൻ അവിടെയാണുള്ളത് എന്ന് KPCC ആസ്ഥാനത്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നമ്മുടെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അയോധ്യയിൽ നടക്കുന്നത് രാഷ്ട്രീയ പരിപാടിയാണ് എന്നും തിരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രമാക്കാനുമാണ് BJPയുടെ ശ്രമമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. രാമൻ BJPയുടെ കൂടെയല്ല, പകരം ഹേറാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടെ ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിൻ്റെ ഇടവഴിയിലാണ് രാമൻ നിൽക്കുന്നത് എന്നും രാമൻ അവിടെയാണ് എന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ കക്ഷികളുടെ ആക്രോശം. ഞങ്ങളുടെ രാമൻ അവിടെയാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. BJPയുടെ രാമൻ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് എന്ന് സതീശൻ പറയുകയാണ്. അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഈ മോദിയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം 22-ാം തീയതി നടത്തുന്ന വിഗ്രഹപ്രതിഷ്ഠ. ആ വിഗ്രഹപ്രതിഷ്ഠാ ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരും പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ദൈവനിന്ദയാണ് എന്ന് പറഞ്ഞ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ പക്ഷേ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രാമന് വേണ്ടി വാദിക്കുവാൻ പലതരത്തിലാണ് വക്കാലത്തുമായി ആളുകൾ എത്തുന്നത്. എന്നാൽ NSSന് അവരുടെ നിലപാട് പറയാമെന്നും ഞങ്ങളുടെ അഭിപ്രായം, അതായത് കോൺഗ്രസിൻ്റെ അഭിപ്രായം ആരെയും അടിച്ചേൽപ്പിക്കില്ല എന്നുമാണ് VD സതീശൻ്റെ അഭിപ്രായം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്ന് പറയപ്പെടുന്നത്. പാർലമെൻ്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി, കൂടാതെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ഒപ്പം കോൺഗ്രസിൻ്റെ ലോക്സഭയുടെ നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്നിവരാണ് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലെ ഈ ക്ഷണം അത് നിരസിച്ചിരിക്കുന്നത്. വോട്ട് നേട്ടത്തിന് വേണ്ടി മാത്രമാണ് BJPയും RSSും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ഇത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ് നടത്തുന്നത് എന്നും അത് ഒരു ശരിയായ രീതിയല്ല എന്നുമൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രസ്താവന. പക്ഷേ കോൺഗ്രസ് അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ദശലക്ഷങ്ങൾ ഭഗവാൻ രാമനെ ആരാധിക്കുന്നുണ്ട്. മതമെന്ന് പറയപ്പെടുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. എന്നാൽ അയോധ്യയിലെ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് അത് RSSും BJPയും രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റുകയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ വിമർശനം. അപൂർണമായ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം BJP RSS നേതാക്കൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. ആ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇതൊക്കെ കോൺഗ്രസ് പറയുന്നതാണ്. 2019 സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിധി അംഗീകരിക്കുകയും ഭഗവാൻ രാമനെ ആരാധിക്കുന്ന ദശലക്ഷങ്ങളുടെ വികാരം അത് മാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായ RSS BJP പരിപാടിയിലേക്കുള്ള ക്ഷണം മല്ലികാർജുൻ ഖാർഗെ അല്ലെങ്കിൽ സോണിയാഗാന്ധി, അതുമല്ലെങ്കിൽ അധീർ രഞ്ജൻ ചൗധരി എന്നിവരടങ്ങുന്ന കോൺഗ്രസ്സുകാർ വളരെ ആദരപൂർവ്വം നിരസിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ വിശദീകരണമാണത്. രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോയതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം നേതൃത്വം അന്തിമ നിലപാട് പ്രഖ്യാപിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. അങ്ങനെ അന്തിമ നിലപാട് എന്ന് പറയപ്പെടുന്ന രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് പങ്കെടുക്കേണ്ടതില്ല എന്നും പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. കോൺഗ്രസിന് അങ്ങനെ തീരുമാനിക്കാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ NSS അടക്കം പറയുന്നത് ദൈവനിന്ദയാണ് കാണിക്കുന്നത്. ആ ദൈവനിന്ദ കോൺഗ്രസ് കാണിക്കരുത് എന്നാണ് പറയുന്നത്. ഹിന്ദുവിനെ മറന്നുകൊണ്ടിട്ടുള്ളൊരു യാത്രയാണോ ഇത് എന്ന് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവയൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കും അല്ലെങ്കിൽ ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്.
കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയപ്പെടുന്നത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കിട്ട എന്നുള്ളതാണ്. അങ്ങനെ പങ്കെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് രാമനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. രാമൻ എന്ന് പറയപ്പെടുന്നത്, ഇപ്പോഴത്തെ രാമൻ എന്ന് പറയപ്പെടുന്നത് BJPയുടെ രാമനാണ് എന്നും യഥാർത്ഥ രാമൻ എന്ന് പറയപ്പെടുന്നത് ഗാന്ധിജി ഹേ റാം എന്ന് വിളിച്ച് കണ്ണടച്ച മണ്ണിലാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ വാദം. അതങ്ങനെ ആയിക്കോട്ടെ, പലർക്കും പലതരത്തിലുള്ള വാദഗതികൾ ഉണ്ടായേക്കാം. ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളടക്കം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിനെ എതിർക്കുന്നില്ല, പ്രാണപ്രതിഷ്ഠയെ എതിർക്കുന്നില്ല. അവരവർക്ക് അവരവരുടേതായിട്ടുള്ള മതങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങളും പള്ളികളും നിർമ്മിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അത് അവരവർ ചെയ്യേണ്ടത് തന്നെയാണ്. അതിനകത്ത് ആർക്കും പ്രത്യേകിച്ച് മറ്റൊരു എതിർപ്പും ചെയ്യേണ്ട ആവശ്യമില്ല. പങ്കെടുത്താൽ നല്ലത്, പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് പങ്കെടുക്കാം. ഇനി അല്ല കോൺഗ്രസ് മാറി നിൽക്കുകയാണെങ്കിൽ അത് അവരുടെ സമീപനം മാത്രമാണ് എന്ന് പറയാൻ പാണക്കാട്ട് കുടുംബങ്ങൾക്ക് വരെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നത് ഒരു പാർട്ടിയിലെയോ അല്ലെങ്കിൽ BJPക്കോ RSSനോ അതിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട് വന്നിരിക്കുന്നു. അവർ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളത്. ആയിക്കോട്ടെ, പക്ഷേ രാമനെക്കുറിച്ച് ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പറയുന്നത് നേരാണോ, ശരിയാണോ? ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിന് വേണമെങ്കിലും അവരവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാനും അവിടെ പ്രതിഷ്ഠ നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പറ്റിയാൽ മതേതരത്വ രാഷ്ട്രമാകുമ്പോൾ നമ്മൾ അതുമായി സഹകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിൽ നിന്ന് ന്യൂനപക്ഷ പ്രീണന വോട്ടുകൾക്ക് വേണ്ടി മാറി നിൽക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്.